സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് ഓർമ്മയുണ്ടാവും സിജിയെ സംബന്ധിച്ച് എളമരം കരീം കോഴിക്കോട് നടത്തിയിട്ടുള്ള പ്രസംഗം. വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിം സമൂഹം റിക്രൂട്ട്മെന്റ് ചെയ്ത് അനധികൃതമായി അധികാരത്തിലും ഉദ്യോഗത്തിലും കടന്നു കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത് വലിയ അപകടമാണ്, ഈ രാജ്യം ജാഗ്രതയോടെ ശ്രദ്ധിക്കണം എന്ന തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എളമരം കരീമിനെ മെഗാഫോണാക്കിക്കൊണ്ട് കോഴിക്കോട് അവരുടെ ആത്യന്തികമായ ആശങ്ക ഇറക്കിവെച്ചത്. അത് രാജ്യത്ത് എമ്പാടും വിവിധ തരങ്ങളിലുള്ള ചർച്ചകളുണ്ടായി. സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം മുന്നോട്ട് വന്നിട്ടുള്ള കോച്ചിങ് സെന്ററുകൾ പോലും പിന്നീട് ഇസ്ലാമികവൽക്കരണത്തിന്റെ തീവ്രമായ അപകടകരമായ സാധ്യതകളായി സംഘപരിവാറും അവരുടെ പ്രൊഫൈലുകളും അവരുടെ സോഷ്യൽ മീഡിയയും അവരുടെ പ്രചരണങ്ങളും രാജ്യത്താകെ ഇന്നും വിതറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞു അധികാരം പിടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഒരു കൊച്ചു കഥ പറയാം. കഥയല്ല സംഭവം. 6-7 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് സിവിൽ സർവീസിന്റെ ഒരു കോച്ചിങ് ക്ലാസ് നടത്തുന്നു. മലയാള മനോരമ ദിനപത്രമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പ്രമുഖനായിരുന്ന, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, ഒരു മുതിർന്ന IAS ഓഫീസറാണ്. ആ മുതിർന്ന IAS ഓഫീസർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആ പ്രോഗ്രാം കണ്ടായിരുന്നോ? അപ്പൊ ഞാൻ നിഷ്കളങ്കമായി, എനിക്ക് അത്ര ഇന്നത്തെ മനസ്സെനിക്ക് അങ്ങനില്ല, ഞാൻ പറഞ്ഞു നിഷ്കളങ്കമായി പറഞ്ഞു, ശ്രദ്ധിച്ചു, നല്ല പരിപാടിയായിരുന്നു. അല്ല, അതിന്റെ ഒരു ക്രൗഡിനെ ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചു. പെൺകുട്ടികളാണല്ലോ കൂടുതലും. അതല്ല, വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, അതിൽ പങ്കെടുത്ത പെൺകുട്ടികളിൽ മഹാഭൂരിപക്ഷവും തട്ടമിട്ടവരായിരുന്നു. പങ്കെടുത്ത ആളുകളുടെ പാർട്ടിസിപ്പൻസിന്റെ ലിസ്റ്റ് നോക്കിയപ്പോൾ അതിൽ മഹാഭൂരിപക്ഷവും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. സംഗതി മനസ്സിലായോ? അതായത് ഒരു പാകിസ്ഥാനും വേണ്ട, ഒരു ജനസംഖ്യാ ഭൂരിപക്ഷവും വേണ്ട, അടുത്ത 10-15 വർഷം കഴിഞ്ഞാൽ ഏത് നരേന്ദ്രമോദിയോ യോഗി ആദിത്യനാഥോ അമിത്ഷായോ ഇന്ത്യ ഭരിച്ചാലും ഇന്ത്യയുടെ ഭരണയന്ത്രം കൈയാളാൻ പോകുന്നത്, സിവിൽ സർവീസ് എന്ന് പറയുന്നത്, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പക്കലായിരിക്കും. ഇവിടെ വിദ്യാഭ്യാസ മേഖലയുമായി ഉദ്യോഗ മേഖലയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തപ്പെടുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനമായ ഉദ്യോഗ മേഖലകളിൽ ആരാണ്? ജമാഅത്ത് ഇസ്ലാമി ഉദ്ദേശിക്കുന്നത് പോലെ ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കിയിട്ട് അവർക്കങ്ങോട്ട് മാറ്റാൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടലിന് ആട്ടിയോടിക്കപ്പെടുന്നത് ആരായിരിക്കും? ഏത് മതവിശ്വാസികളായിരിക്കും? ഇതാണ് എന്റെ ചോദ്യം. ആരായിരിക്കും? ഒരു സംശയവും വേണ്ട, ഹിന്ദുക്കളായിരിക്കും. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ മതരാഷ്ട്രവാദികളായ ആളുകൾ പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ലെവൽ എങ്ങനെയാണ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിലെ സഖാക്കളും അതിലെ സാധാരണക്കാരും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു അനിവാര്യമായ സാഹചര്യമാണെന്ന് കരുതുന്നതുകൊണ്ട് ചില കണക്കുകൾ ഞാൻ സൂചിപ്പിക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ്, അതിലെ ഉദ്യോഗസ്ഥരുടെ കണക്കുകൾ ജാതി തിരിച്ചു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം എന്താണ്? രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റിൽ 49 തസ്തികകളാണ് ആകെ ഉള്ളത്. അതിൽ 39 ആളുകൾ ബ്രാഹ്മണരാണ്. SC/ST വിഭാഗത്തിലെ ആളുകൾ 4 പേരാണ് അവിടെ ഉള്ളത്. OBC വിഭാഗത്തിന്റെ 6 ആളുകളുമാണുള്ളത്. അപ്പോൾ രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റിൽ ബഹുഭൂരിപക്ഷവും ബ്രാഹ്മണരാണ് എന്ന് കാണാൻ സാധിക്കുന്നു. പിന്നോക്ക വിഭാഗങ്ങളും OBCകളും ചേർത്താൽ വളരെ കുറഞ്ഞ എണ്ണമാണ് അവിടെ ഉള്ളത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇത് രാജ്യത്തെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിന്റെ സെക്രട്ടേറിയറ്റ് എടുത്ത് പരിശോധിക്കാം. 7 തസ്തികയാണ് അവിടെ ഉള്ളത്. അതിൽ 7 തസ്തികയിലും ബ്രാഹ്മണർ മാത്രമാണുള്ളത്. മറ്റൊരു പിന്നോക്കക്കാരനോ മറ്റൊരു OBC വിഭാഗക്കാരനോ മറ്റൊരു SC/ST വിഭാഗക്കാരനോ അവിടെ ഇല്ല എന്നതാണ് വസ്തുത. ക്യാബിനറ്റ് സെക്രട്ടറിമാരുടെ എണ്ണം ആകെ 20ആണ്. ജാതി തിരിച്ചു പറഞ്ഞാൽ ബ്രാഹ്മണരാണ് അതിലെ 17 ഉദ്യോഗസ്ഥർ. SC/ST വിഭാഗത്തിൽ നിന്ന് ഒരാളും OBC വിഭാഗത്തിൽ നിന്ന് 2 പേരുമാണ് അവിടെ തസ്തികയിലുള്ളത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് എടുത്ത് പരിശോധിക്കാം. ആകെ തസ്തിക 35, ബ്രാഹ്മണർ 31, SC/ST 2, OBC 2. ഇതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ തസ്തികയും നിയമനവും നിയന്ത്രണവും എന്ന് നാം മനസ്സിലാക്കണം. കൃഷി വകുപ്പ് എടുത്തു പരിശോധിച്ചാൽ 274 തസ്തികയാണ് കേന്ദ്ര ക്യാബിനറ്റുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ 259 ആളുകളും ബ്രാഹ്മണരാണ്. SC/ST വിഭാഗത്തിൽ നിന്നും 5ഉം OBC വിഭാഗത്തിൽ നിന്ന് 10 ആളുകളുമാണ് അവിടെയുള്ളത്. പ്രതിരോധ മന്ത്രാലയം എടുത്തു പരിശോധിച്ചാൽ 1379 തസ്തികയാണ് അവിടെയുള്ളത്. ബ്രാഹ്മണർ 1300 പേരും SC/ST വിഭാഗത്തിലെ 48 ആളുകളും OBC വിഭാഗത്തിലെ 31 പേരുമാണ് അവിടെ ജോലി ചെയ്യുന്നത്. സാമൂഹികക്ഷേമ ആരോഗ്യ മന്ത്രാലയം എടുത്തു പരിശോധിച്ചാൽ ആകെ 132 തസ്തികയിൽ 55
ബ്രാഹ്മണരും 17 SC/ST-യും 60 OBC വിഭാഗവുമാണ് അവിടെയുള്ളത്. ധനമന്ത്രാലയം എടുത്തു പരിശോധിക്കാം. ആകെ തസ്തിക 1008, ബ്രാഹ്മണർ 942, SC/ST വിഭാഗം 20, OBC 46. കേന്ദ്ര ഗൃഹമന്ത്രാലയം എടുത്തു പരിശോധിക്കാം. തസ്തിക 74, ബ്രാഹ്മണർ 59, SC/ST 5, OBC 10. കെമിക്കൽ പെട്രോളിയം ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പരിശോധിക്കാം. ആകെ തസ്തിക 99, SC/ST വിഭാഗത്തിൽ നിന്നും ആരുമില്ല, OBC വിഭാഗം 22. ഗവർണറും ലെഫ്റ്റ് ഗവർണർമാരുമായ ആളുകളുടെ എണ്ണം പരിശോധിക്കാം. ബ്രാഹ്മണർ 25. ഇന്ത്യയിലെ അംബാസഡർമാരുടെ തസ്തികകൾ പരിശോധിക്കാം. 140 ബ്രാഹ്മണർ മാത്രമേ ഉള്ളൂ, മറ്റൊരു വിഭാഗത്തിലെ ആളുകളും ഇല്ല എന്നതാണ് വസ്തുത. കേന്ദ്ര സർവകലാശാലയുമായി ബന്ധപ്പെട്ട 108 തസ്തികകളുണ്ട്. 100ലും ബ്രാഹ്മണരാണുള്ളത്. SC/ST വിഭാഗത്തിൻ്റെത് 3, OBC വിഭാഗം 5. ക്യാബിനറ്റ് സെക്രട്ടറിമാരുടെ എണ്ണം പരിശോധിക്കാം. തസ്തിക ആകെ 26, ബ്രാഹ്മണർ 18, SC/ST 1, OBC 1. ഹൈക്കോടതി ജഡ്ജിമാരുടെ തസ്തികകൾ 330, ബ്രാഹ്മണരുടെ എണ്ണം 306, SC/ST വിഭാഗം 4, OBC 20. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 26, ബ്രാഹ്മണർ 23, SC/ST വിഭാഗം 1, OBC 2. ഇന്ത്യയിലെ IAS ഓഫീസർമാരുടെ തസ്തിക പരിശോധിക്കാം. 3600 IAS ഓഫീസർമാരിൽ 2750 പേരും ബ്രാഹ്മണരാണ്. ബ്രാഹ്മണ ജനസംഖ്യ രാജ്യത്ത് പരിശോധിച്ചാൽ 3%-ലും താഴെയാണ്. 90%-ലധികം വകുപ്പുകളുടെ തലവന്മാരായും ഡിപ്പാർട്ട്മെന്റുകൾ നിയന്ത്രിക്കുന്നവരായും ബ്രാഹ്മണർ മാത്രമാണുള്ളത്. അത് കോടതിയാവട്ടെ, ക്യാബിനറ്റ് പദവികളാകട്ടെ, IAS ആകട്ടെ, IPS ആകട്ടെ, അങ്ങനെ തുടങ്ങി ഏത് മേഖലകൾ എടുത്ത് പരിശോധിച്ചാലും രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന തലപ്പത്തിരുന്നു കൊണ്ട് ഈ 3%-ൽ താഴെ വരുന്ന ബ്രാഹ്മണ ജനവിഭാഗമാണ് ഈ രാജ്യത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ ന്യൂനപക്ഷ, പിന്നോക്ക, ആദിവാസി സമൂഹങ്ങളിൽ നിന്ന് ആരും ഉയർന്നു വരാതിരിക്കുന്നതിനു വേണ്ടി മാവോയിസ്റ്റ് ഭീകരതയും ഇസ്ലാമിക ഭീകരതയും തീവ്രവാദവും ഒക്കെ പറഞ്ഞുകൊണ്ട് ദളിത്, പിന്നോക്ക, മുസ്ലിം സമൂഹത്തിന്റെ ഇടകളിൽ വേട്ടയാടി അവരെ ജയിലിലടച്ച് അവരുടെ സാമൂഹിക പുരോഗതികളെ തകർത്ത് തരിപ്പണമാക്കി സാമ്പത്തികമായി ഉയരാൻ അനുവദിക്കാതെ കലാപങ്ങൾ ഉണ്ടാക്കി ഈ രാജ്യത്ത് ജനങ്ങളെ പാർശ്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടപ്പാക്കുകയാണ്. ഞാനൊരു അപ്രിയ സത്യം കൂടി പറയാം നിങ്ങളുടെ ചിന്തയിലേക്ക്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 1000-ലധികം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിൽ വിരലിൽ എണ്ണാകുന്ന പാർട്ടികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ബ്രാഹ്മണരുടെ പേരിലാണ്. അതിന്റെ നേതൃത്വത്തിലുള്ളത് ബ്രാഹ്മണരാണ്. അല്ലെങ്കിൽ അവർക്ക് സ്തുതി പാടുന്ന ആളുകളായിരിക്കും പിന്നീട് അവിടെ ഉണ്ടാവുക. നിങ്ങൾ പ്രധാനപ്പെട്ട ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. സവർണരായ ആളുകൾ മാത്രമാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആ രാഷ്ട്രീയ അജണ്ടകളും നിർണയിക്കുകയും ന്യൂനപക്ഷ, പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മുകളിലേക്ക് അത് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എല്ലാ സവർണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൈകോർത്ത് ചേർത്ത് നിൽക്കുമ്പോൾ തൊഴിലാളി സർവാധിപത്യത്തിന് വേണ്ടി രൂപപ്പെട്ടു വന്ന കമ്മ്യൂണിസം ഇന്ത്യയിൽ ബ്രാഹ്മണ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമായി അധപ്പതിച്ചു പോയതിന്റെ ഒരു ഭാഗം കൂടിയാണ്. ഇന്ന് ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യമാകാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം വോട്ട് കേരളത്തിൽ ഞങ്ങളുടെ പെട്ടിയിലും ഉത്തരേന്ത്യയിൽ അവരുടെ പെട്ടിയിലും നിക്ഷേപിക്കുക എന്ന അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രചരണങ്ങൾ നടക്കുന്നത്. ഇത് CPM-ഉം അവരുടെ അണികളും താഴെത്തട്ടിലുള്ളവരും തിരിച്ചറിയണമെന്ന വിനീതമായ അഭ്യർത്ഥനയോടെ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.